ഇങ്ങോട്ട് നോക്കാം. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവരും കണ്ടോട്ടോ രാവിലെ പോണത്. ഹായ്, ബിന്ദു ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ടു ബിന്ദുസ് ഡ്രീംസ്. ഹായ്, ബിന്ദു ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വ്ലോഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കിച്ചണിൽ ഇതാ ഒരാളും കൂടെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ മാറത്തേ ഇല്ല. ഞാൻ ഇന്ന് വൈകുന്നേരം വന്നപ്പോഴേ മീനൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത്. മീൻ വാങ്ങിച്ചങ്ങ് കറി വെച്ച് വെക്കാമെങ്കിൽ നമുക്ക് പിന്നെ പിറ്റേ ദിവസം അധികം കറികളൊന്നും ഉണ്ടാക്കേണ്ട, അടുക്കളയിൽ കിടന്ന് അങ്ങ് പണിയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മൾ വാങ്ങിയ മീൻ ഓലക്കൊടിയാണ് കേട്ടോ. ഓലക്കൊടി ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല, നമുക്കങ്ങ് കട്ട് ചെയ്താൽ മാത്രം മതി, കഷ്ണങ്ങളാക്കിയാൽ മാത്രം മതി. പിന്നെ ആൻസ് കൂട്ടറിന് ഞാനൊരു മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതും കാണിച്ചു തരാം. പിടിച്ചേ. ആൻസൂട്ടറിൻ്റെ മീൻ എന്താണെന്ന് മനസ്സിലായ കൂട്ടുകാരെ, കൂന്തലാണ് കേട്ടോ. കൂന്തൽ മീനാണ്. അത് ആൻസൂട്ടറിന് അങ്ങ് വറുത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് കുളിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും. പിന്നെ എനിക്ക് നാളെ രാവിലെ എന്തെങ്കിലും ഒരു തോരൻ, എന്തെങ്കിലും ഒരു ക്യാബേജൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു തോരൻ കൂടി അങ്ങ് വെക്കാമെങ്കിൽ പച്ചക്കറിയായി മീൻകറിയും ആയി. പിന്നെ പ്രത്യേകിച്ചൊന്നിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാൻ പോവുകയാണ്. മുട്ടക്കറിയുടെ ചാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സവോള അരിയണം, പിന്നെ പച്ചമുളക് അരിയണം, ഇഞ്ചി വെളുത്തുള്ളി അരിയണം, എല്ലാം അരിയണം. എല്ലാം അരിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മളെ മീൻകറി വെക്കുകയാണ് കേട്ടോ. സവോളയും പച്ചമുളകും ഇട്ടത്. ഇവിടെ ചുവന്നുള്ളി ഇല്ല. അപ്പം എല്ലാവരും പറയും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതലാണെന്ന്. അതെനിക്കറിയാവേ, ചുവന്നുള്ളിക്ക് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമ്മളിങ്ങനെ സവോള അങ്ങ് വാങ്ങി വെക്കും. പിന്നെ അത് ഇതുപോലെ മീൻ കറിയിലോ ഒക്കെ എടുക്കാൻ, അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കാനൊക്കെ എടുക്കാൻ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ കിട്ടുമ്പോൾ ഒരുമിച്ച് അങ്ങ് വാങ്ങി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചമുളകാണ്. ഇത് അങ്ങനെ അധികം എരിവില്ലാത്ത മുളകാണ്. പക്ഷെ എനിക്ക് മീൻകറിയിൽ നിറയെ മുളക് കിടക്കണം, അതാണ് എനിക്കിഷ്ടം. പിന്നെ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മീൻകറി എന്നൊക്കെ പറയും. എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറി ഇഷ്ടമല്ല. എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. തെറ്റിട്ടൊക്കെ ഉണ്ട്, പക്ഷേ വെളിയിൽ നിന്നും കഴിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കില്ലേ, അങ്ങനെ തേങ്ങ അരച്ച മീൻകറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. കോട്ടയം സ്പെഷ്യലാണ് എപ്പോഴും തേങ്ങ അരച്ച മീൻകറി. പക്ഷെ എനിക്ക് തേങ്ങ അരച്ച ഒരു കറിയും കൂടുതൽ ഇഷ്ടമല്ല. ആകെപ്പാടെ തേങ്ങ ഇട്ടുള്ളൊരു കറി ഇഷ്ടമാണ്. എന്താണെന്നറിയോ, മുരിങ്ങയില ചീരയില തോരനൊക്കെ, അതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വഴറ്റി റെഡിയാക്കി. ഇനി നമുക്ക് പിന്നെ അതുണ്ടോ മീൻ ഞാൻ കഷ്ണങ്ങളാക്കിയത് 1 കിലോ മീനാണ് കേട്ടോ. മീൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ കൂന്തളാണ്. ഇത് ആൻസൂട്ടിന് വറുത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ നാളെ കൂന്തൽ വറുത്തത് മീൻകറിയും കോളേജിൽ കൊണ്ടുപോകും. നീ എന്ത് കൊണ്ടുപോകും? പച്ചക്കറിയും കൊണ്ടുപോകും. നീ കൂന്തൽ കൊണ്ടുപോകുന്ന കൂന്തൽ ആൻസൂട്ട് സ്കൂളിൽ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ്, ആൻസൂട്ടിന് മാത്രം കിട്ടത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിത് അപ്പടി ഇവിടുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് ഞാനെന്താണല്ല അതിന് 2 കഷ്ണം കോളേജിൽ കൊണ്ടുപോകും. ആൻസൂട്ടിന് മീൻകറി പച്ചക്കറിയും കൊണ്ട് സ്കൂളിലും പോകും. എനിക്ക് വേണ്ട, മാറി. എന്ത് കഴിക്കുന്നത്? മൊത്തം തീർത്തല്ലോടാ. നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് താടാ. ഇത് തുറന്നു വെക്കാനോ ഒന്നിനും ആരും ഇല്ല. എടാ വേണ്ടാ, ഇതെല്ലാം വേഗം തുറന്നു വെക്കാം. എന്നാ അതിനകത്തേക്കൊന്നും ചാടിച്ചേക്കരുത്, പൊടി വെക്കാൻ. നമ്മുടെ മുളക് പൊടി ഇട്ടാ. നിന്റെ തല മാറ്റിക്കേ.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം അടച്ചോ. വേഗം അടച്ചിട്ട് എനിക്ക് ഇതേ പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം എടുത്താലേ. വേഗം എടുക്കാം, എന്നിട്ട് അടയ്ക്കാം. പൊടി കരിഞ്ഞു, അതുകൊണ്ടാണ് ഞാനീ പറയണേ. എടാ വേഗം എടുക്കാം, വെള്ളം എടുത്താടാ ഇറക്കാം. ഉടനെ അത് അടച്ചോണ്ടിരിക്കും ഒരു കാര്യം. അപ്പൊ അടയ്ക്കാൻ ഇതിപ്പോ വെള്ളം എടുത്തു വെച്ചിട്ട് അടയ്ക്കാൻ ഞാൻ പറഞ്ഞു കേട്ടില്ലേടാ. കേട്ടില്ലേടാ കേട്ടില്ലേടാ. ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണേ? അത് അവിടെ എങ്ങനെ വെക്കാ? ഇത്രയും വെള്ളം എന്തിനാ? നീ മാറിക്കേ, തല മാറ്റടാ. അവന്റെ ഒരു ചട്ടിത്തല അതിന്റെ ചോട്ടിൽ കൊണ്ട് വെച്ചോട്ടെ. അപ്പൊ ചൂട് പിടിച്ച് ഉരുക എളുപ്പമായി. ഒരു പാത്രം വെള്ളം, കുറച്ച് വെള്ളം മറിച്ച് കളയണ വെച്ചാ. സമയം പോയപ്പോ ഒന്ന് കഴുകി കളയെടുത്തിട്ട് എടുക്കാൻ വല്ലായിരുന്നു. ഞാൻ കഴിയിട്ടോ. തട്ടരുതിട്ടടാ. മറിക്കേ മറിക്കേ, നിന്റെ കൂന്തളിലൊക്കെ വന്ന് കയറും. നിന്റെ പാട്ടും തീരും അതോടുകൂടി. ഞാൻ വന്നപ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചു. പിന്നെ വഴിയരികിൽ നല്ല ചുമലപ്പേരയ്ക്കയും വെള്ളപ്പേരയ്ക്കയും വിൽക്കുന്നത് കണ്ട് അത് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. പേരയ്ക്ക തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരാണ് വിൽക്കുന്ന കണ്ടത്. ചുമലപ്പേരയ്ക്കൊക്കെ പണ്ട് എന്തുമാത്രം ഉണ്ടാകുന്ന, അതൊക്കെ ചുമ്മാ പോവുമായിരുന്നു ഉള്ള അണ്ണാനും കടിച്ച്. കണ്ടപ്പോൾ ഒരു കൊതി. ചുമലപ്പേരയ്ക്ക അങ്ങനെ കിട്ടാറില്ല, അപ്പോൾ കണ്ടപ്പോൾ ഒരു കൊതി. തായ്വാൻ പേരയ്ക്കയൊക്കെ വരാറുണ്ട്, വലിയ പേരയ്ക്ക. എന്താ പുളി ഇട്ടു. എടാ ഇത് വേറെ എന്തെങ്കിലും കൊണ്ട് മൂട ഇതിട്ട് വേണം ഇത് മൂടാനായിട്ട്. നമ്മളിപ്പോൾ മീൻ പൊരിക്കാനുള്ള ഓയിലും ഒഴിച്ചു. അതുപോലെ തന്നെ ഇവിടെ മീൻ ഗ്രേവി തിളച്ച് വരുവാണ് കേട്ടോ. ഈ ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നീ എന്നെ എടുക്കുവാടാ ആൻസ? നിനക്ക് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്താ എന്നാടാ? ഞാനിതെല്ലാം ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കണ കാണാൻ പാടില്ല. മാറ നീ മാറിക്കേ. നീ ഒരു സ്പൂൺ എടുത്ത് തരാൻ പറ്റുമോ നിനക്ക്? ഇതിങ്ങനെ തന്നാ മതി. മുഖത്തേക്ക് പൊട്ടിത്തെറിക്ക് മാറി നിന്നോളണം. ഇതൊന്ന് പിടിക്കാവോ? ഒരുമിച്ചങ്ങ് വറക്കാമല്ലോ എന്ന് ഓർത്താം. പിടി. അതോടെ ഇവിടെ എല്ലാം തിളച്ച്. ഇനി മാറിക്കേ. മാറിക്കടാ. മാറ.
നീ ആ കൂന്തലിൻ്റെ അടുത്തുനിന്ന് മാറിക്ക്. എനിക്ക് ടൂർ പോകാൻ പറ്റില്ലല്ലോ, കണ്ണിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാം. നീ കണ്ണൊരു സൈഡിൽ അടച്ചു പിടിച്ചിട്ട് ടൂർ പോവോ? നിന്നെ സാറ് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ. അത് കൊള്ളാമല്ലോ. നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ മീനാണുള്ളേ, ഒത്തിരി മീനൊന്നുമില്ല. ഇതുണ്ടോ ഒരാൾ വന്ന് കിടക്കുന്നേ? എൻ്റെ അടുത്ത് അത് ചേർത്ത് കിടക്കുവാണ് കേട്ടോ. ഞാനിവിടെ പകലിരിക്കാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ഇവനാണ്. എന്നെ കാണുമ്പോഴത്തേക്ക് അമ്മേ എന്ന് പറഞ്ഞിട്ട് വലുതായി കിടന്ന് കരയും. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും പൊതി കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കും. അത് അവനും കൂടി ഉള്ളതാന്ന് അവന് നന്നായിട്ട് അറിയാവേ. അയ്യോടാ, ചേർന്ന് വന്ന് കിടക്കണ കുഞ്ഞാണോടാ, ചേർന്ന് വന്ന് കിടക്കണ കുഞ്ഞാണോടാ. നിന്നെല്ലാവരും കാണട്ടെടാ കുട്ടാ. ബാസ്കിമോൻ, ഇതാണ് ബാസ്കിമോൻ. എൻ്റെ പൊന്നോ, എന്തോ ഒരു സ്നേഹമുള്ള മൂനാന്നറിയാവോ. ഇത് ഭയങ്കര സ്നേഹമാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. കൈയൊക്കെ കൂട്ടി വെച്ച് എൻ്റെ അടുത്ത് കുഞ്ഞു പിള്ളേർ കിടക്കും പോലെ കിടക്കുക. ഞാൻ പോയി കുളിക്കാൻ പോവും കേട്ടോ. ബാസ്ക്യൂ ജീവൻ്റെ ജീവനായത്. എനിക്ക് എന്നാ ഇഷ്ടമെന്നറിയാം. ദേവാത്തി ആദ്യമായിട്ട് പട്ടി വളർക്കുന്നത്. പട്ടിയെ കാണുമ്പോൾ കണ്ടം വഴി ഓടിക്കൊണ്ടിരുന്നു ഞാനാ. ഇപ്പം ഇവനെ അടുത്ത് തോളത്തിട്ടുകൊണ്ടാണ് നടക്കുന്നത്. തോളത്തിട്ടറിയാവോ? അത്രയ്ക്ക് സ്നേഹം കൊണ്ട് ഇവൻ എൻ്റെ പേടി മാറ്റി. സ്നേഹം കൊണ്ട് ഇവൻ എൻ്റെ മനസ്സും കീഴടക്കി. എൻ്റെ പൊന്നോ, ഇതുപോലൊരു മോനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. ഇവിടെ കുട്ടാ, ഉള്ളൂടെ കുട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഇപ്പം കുളിക്കാൻ പോകുമ്പോൾ എൻ്റെ ബാസ്ക്യൂ ഓടിപ്പാഞ്ഞ് എൻ്റെ കൂടെ ഒരു കൈക്കകത്ത് ചുണ്ട് കൂടി കിടക്കണം. നോക്ക്, ക്യാമറ വീഡിയോ ഇവന് ഇഷ്ടമല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോഴേ ഇന്നലെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ആക്കാനുള്ളത് എടുത്ത് വിറകടുപ്പിലേക്ക് വെക്കേണ്ട ഒരു ഗതികേട്ട് വന്നു എന്ന് പറഞ്ഞു വരികയായിരുന്നു. അപ്പം പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനും പോയുമില്ല. ഗ്യാസ് അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ മൊത്തം ഡൗൺ ആയിപ്പോയി. ഇനി പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചോറ് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ഗ്യാസും ഇല്ലാത്തത് കൊണ്ട്. പിന്നെ എനിക്ക് രാവിലെ പോകാനും ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ചോറ് തന്നെ രാവിലെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച്. മുട്ട പൊരിച്ചിട്ടുണ്ട്, മീൻകറിയൊക്കെ ഉണ്ട്, അതൊക്കെ മതി നമുക്ക്. അപ്പം ഇനിയിപ്പം അടുത്തത് എന്നോട് എല്ലാവരും പറഞ്ഞു വർക്ക് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ ഒന്നുമില്ല. നമ്മളൊരു സാരി എടുത്ത് ചുറ്റും ഒരു പൊട്ടും കൊത്തും അങ്ങ് പോവും. അപ്പോൾ സാരി ആണെങ്കിൽ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ എടാ, ഇത് അടയ്ക്കാൻ പറ്റണില്ലല്ലോടാ. അടച്ച് സാരി അവിടെ എടുത്ത് വെച്ചെന്ന് മറന്നു പോയിട്ട്. ഞാൻ എടുത്ത് വെച്ചതൊരു ബ്ലാക്ക് ബ്ലൗസും ഒരു റെഡ് സാരിയാണ് കേട്ടതാ. ഇതാണ് സാരി. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കുറേ നാളായിട്ടോ. നേരത്തെയൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നൊരു സാരിയാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി ആകാമല്ലേ? ബാ, സാരി ഉടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ സമയം തീരെ ഇല്ല. അയ്യോ എടാ, പാരച്ചൂട്ടൊന്ന് കൊണ്ട് തരാവോടാ. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവരും കണ്ടോട്ടോ, രാവിലെ പോണത്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു സാരിയാണ്.
ഇത് ഓക്കെ. നമ്മുടെ ആയുധം ഞാൻ ഫേസ് ഇടയ്ക്കിടയ്ക്ക് അവിടെ കഴുകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഫേസിൽ വേറെ ക്രീമൊന്നും ഇടുന്നില്ല. പിന്നെ പൊട്ട് എന്താ കാണിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് കഴുകാറുള്ളതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഉണ്ട്. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതൊക്കെ അതിൻ്റെ പാട്ടിന് പോകും. ഓക്കെ, ടാറ്റാ. ഇനി പോകുന്ന വഴിക്ക് കാണാം. ഇങ്ങോട്ട് നോക്കാം. നല്ല ഭംഗിയല്ലേ ഇവിടെ നിന്ന് അങ്ങനെ കാണുമ്പം, ഈ രണ്ട് സൈഡിലെ മരങ്ങളൊക്കെ. ഇത് എണ്ണപ്പനയല്ലല്ലോ. നല്ല ഭംഗി കാണാൻ. ഇത് എന്തിൻ്റെ കായാന്നറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. മരം കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മരം കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്, നല്ല അടയ്ക്ക പോലെയുണ്ട്. നല്ല ഇതൊക്കെ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത്. ആ, നമ്മളൊരു സ്ഥിരം വിളിക്കുന്നൊരു ഓട്ടോറിക്ഷ ചേട്ടനുണ്ട്. ആ ചേട്ടനോട് പറഞ്ഞ് അതിൻ്റെ ഓട്ടോയ്ക്ക് അങ്ങ് പോകും. ഈ കോളേജിൻ്റെ പണ്ട് ഇവിടെയൊക്കെ കാടായിരുന്നു. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. കോളേജ് കിട്ടണം. ആ, ഇതാണ് കേട്ടോ എൻ്റെ കൂടെ വരുന്ന മിസ്സ്. അങ്ങനെ കാണിക്കില്ല, പക്ഷെ എൻ്റെ ഫോണിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് ബാക്ക് ക്യാമറ. ഞാൻ എന്നിട്ട് ഈ പരിസ്ഥിതി ദിനമില്ലേ, എൻവയോൺമെൻറ്റൽ ഡേ, അതിൽ നമ്മൾ ഇതിലെല്ലാം മരം നട്ട് വെച്ചതാണ്. ഞാൻ നട്ട ഒരു ഇതുണ്ടായിരുന്നു, ഞാവൽ.
അതൊക്കെ ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ചങ്ക തറന്നു. ഞാൻ വർക്ക് ചെയ്ത ബ്ലോക്ക് കണ്ട 2nd ഫ്ലോർ, ഏറ്റവും ടോപ്പിൻ്റെ തൊട്ട് താഴെ. ഇവിടെ നിൽക്കും. താങ്ക് യു, വെൽക്കം. ആ, നമ്മളങ്ങനെ സ്റ്റാഫ് റൂമിലെത്തി. അറിയില്ലല്ലോ, ബാഗൊക്കെ കൊണ്ട് വെക്കണം കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നറിയാൻ ആകാംക്ഷയോടുകൂടി നിൽക്കും. നമ്മളങ്ങനെ കോളേജിലെത്തി കഴിക്കാനായിട്ട് പോവാണ്. വീട്ടിലെ ഇന്നലെ മീൻകറി വെച്ചിരുന്നപ്പോൾ ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞില്ലേ. ഞാൻ ആ പൂച്ചേനെ കണ്ടിട്ടാ ഇന്നലെ. നല്ല ഫോണാ, സാംസങ് A71. ഞാൻ ഇന്നലെ പൂച്ചേനെ കണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ബ്ലോക്കിൽ. അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ചാടി വന്നിട്ട് ഓടി വന്നുണ്ട്. ഒരു പൂച്ച ഇവിടെ നിന്ന് കയറണം. അപ്പോൾ ഈ ജനലൊക്കെ അടച്ചിട്ടാൽ ചിലപ്പം കയറില്ലായിരിക്കും. ഞാൻ വീഡിയോ എടുക്കണോണ്ടേ സാംസങ്ങിന് വലിയ ക്ലാരിറ്റി ഉണ്ടാവാറില്ല. പക്ഷെ എന്തോ ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ രാവിലെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സിലിണ്ടർ ഏജൻസിയിൽ വിളിച്ച് പറയണം, അല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ചോറും ആൻസൂട്ടൻ്റെ പഴയ ചോറ്റുപാത്രം എടുത്തോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, മിനിങ്ങാന്ന് ഞാനിങ്ങനെ സ്റ്റാൻഡിൽ വന്നിരുന്നപ്പോഴേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ തൊടുപുഴ കലയന്താനിയിലുള്ള നീതു എന്നാണ് കേട്ടോ പേര്, എന്നെ കാണാൻ വേണ്ടി തന്നെയായിട്ട് സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ 8:10 ബസ്സിനാണ് പോകുന്നതെന്ന് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ബസ്സിൽ കയറി പോകുന്ന കാണാനായിട്ട് കണ്ടു മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. എന്നെ കണ്ടു ഓടി വന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ടൊക്കെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലേ. പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. മിസ്സിലാവില്ല തന്നെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്നു. നമ്മളെ എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുഖം കഴുകാറുണ്ട്. കാരണം ഇവിടെ വന്നിരുന്ന് എപ്പോഴും ഉറക്കം വരും, ഒരു രക്ഷയില്ല. ഇന്ന് ഞാനാണെങ്കിൽ ഇറങ്ങാൻ ഇച്ചിരി താമസിച്ച് എന്നിട്ട് ഓടി പഞ്ഞിങ്ങ് പോരുക ചെയ്ത് കേട്ടോ. അന്നേരം കറക്റ്റ് ലക്കിന് എനിക്ക് അവിടെ എവിടെയുള്ള ആ ഭാഗത്ത് എവിടെയോ വീടെന്നാണ് പറഞ്ഞ ഒരു ചേട്ടൻ. അതിൻ്റെ ഓട്ടോ തൊടുപുഴ ഓടിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തൊടുപുഴയ്ക്കാണെങ്കിൽ കയറി പോരേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തൊടുപുഴ വരെ നല്ല സുഖമായിട്ട് ഞാൻ തന്നെ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കയറി വന്ന ചേട്ടൻ എന്നെ സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിട്ടു. അങ്ങനെ ഒരേ നാട്ടുകാരൊക്കെ കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിനും ഒരുപാട് താങ്ക്സ്. അങ്ങനെ നമ്മൾ നേരത്തെ എത്തിയിട്ടോ. പിന്നെ ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു പോന്നപ്പോഴേ, എന്നിട്ട് ആൻസിനോട് ഫോൺ എടുത്തോണ്ട് വരണം പറഞ്ഞു. ഫോൺ ആൻസിൻ്റെ ഇറക്ക് വാതിൽ തുറന്ന വഴി ബാസ്കി ഇറങ്ങിയൊരൊറ്റ ഓട്ടം. അവൻ്റെ ഇറക്കി എന്നിട്ട് പോയിട്ട് അവിടെ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോയി അവനെ പിടിച്ചോണ്ട് വന്നു. ഞാൻ പക്ഷേ പുറകെ പോകാൻ പോയില്ല. ആൻസൂട്ടനും അമ്മച്ചിങ്ങടെ വാസ്കുവിനെ പോയി പിടിച്ചോണ്ട് വന്നു, ബെൽറ്റ് ഇല്ലല്ലോ അതുകൊണ്ടിട്ടോ. അങ്ങനെ അവനെ വീട്ടിലേക്ക് കയറ്റി കൊണ്ട് പോകുന്ന കണ്ടോണ്ടാണ് ഞാനിങ്ങ് ഓടിപ്പഞ്ഞ് പോകുന്നത്. എനിക്കാണെങ്കിൽ കറക്റ്റ് 7:30 ആകുമ്പോൾ ബസ് വരുവേ. അതിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിൽ വന്ന് കുറച്ചൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ നമ്മുടെ ഇങ്ങോട്ടുള്ള ബസ്സും വരും. അങ്ങനെ അതുകൊണ്ട് ഇന്നത്തെ കാര്യമൊക്കെ ഭയങ്കര കോമഡി ആയിപ്പോയിട്ടോ. പിന്നെ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാരിയാണ്, ഒരു പഴയ സാരിയാണ്. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സമയത്തൊക്കെ വാങ്ങിയൊരു സാരിയാണ് കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയണം. 1 സൈഡ് ഇടുന്ന സാരി അതെ പിന്നൊക്കെ കുത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ പിന്നെ കുത്തി വെച്ചേക്കുക, ഫുള്ള് പിന്നാണ്. മൊത്തം പിന്നിൻ്റെ പുറത്താണ് ഓടുന്നത്. ഈ സൈഡിലൊക്കെ നമ്മൾ പിന്നെ കുത്തി വെച്ചേക്കുക. അങ്ങനെയാണ് കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മുടി ഒന്ന് അഴിച്ച് പണിയണം. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കുട്ടികൾക്കും ഹായ് ഒക്കെ പറയാൻ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് ഹായ് ഉണ്ട്. അപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമായിരിക്കും. ബൈ.